നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് ട്രൂ സ്റ്റോറീസ്. പിന്നെ എന്തെങ്കിലും പറയാൻ പറ്റും. എനിക്ക് ധ്യാനം നിൽക്കുന്നതുകൊണ്ട് പേടിയാ. ഇത് ഞങ്ങളുടെ സ്ഥിരം കളിയാ അല്ലേ? ഇതിന്റെ കളി പ്രോമിസിംഗ് ഇതാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരേ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ലൊക്കേഷനിൽ ഇരുന്ന് ഇതിപ്പോ കൊറേ നേരമല്ലോ, ഇനിയെങ്കിലും കഥയൊന്ന് പറഞ്ഞു തുടങ്ങും. ഈ കഥ അങ്ങനെ പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല, നല്ല സമയം വേണം. ഓ ഫുൾ ധ്യാനം ഇങ്ങനെ ഷോട്ടിനെ കുറിച്ചല്ല, ഇവിടെ വന്നിട്ട് എന്ത് സംസാരിക്കും എന്നുള്ളത് പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നു. അപ്പൊ വെരി ഗുഡ്. ഈ അടുത്ത കാലത്തൊന്നും ഇതുപോലത്തെ ആവേശം എന്റെ ഒരു സ്റ്റുഡൻസിലും ഞാൻ കണ്ടില്ല. ഞാൻ തന്നെ കൂടെ ഉണ്ടാവും എപ്പോഴും. താങ്ക് യു സർ. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി, പണി കൊടുക്കാൻ എന്ത് പറയാം എന്ന് ആലോചിച്ച് കുറെ നേരം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. മൊത്തം മാറി. ഇനി ഞാൻ അവളെ എങ്ങനെ ഫേസ് ചെയ്യും? നീ വിഷമിക്കണ്ട. കഴിഞ്ഞ പ്രാവശ്യം ലിസ്റ്റിനോട് തന്നെ ചോദിച്ചു. ഏകദേശം 15% കേരളത്തിലെ തിയേറ്റേഴ്സിന്റെ 15% ലിസ്റ്റിന്റെ കയ്യിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തായാലും പടമൊക്കെ നമുക്ക് ഓടുമ്പോ ലിസ്റ്റിന്റെ സഹായം വേണം. എന്തായാലും പോവാതിരിക്കാൻ നമുക്ക് പറ്റില്ല. എന്താടാ ഇത്? ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഓടുന്ന നിൽക്കുമോ പിടിച്ചു നിർത്താൻ വേണ്ടിട്ട്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ചാ വന്നോണ്ടിരുന്നേ. അടിച്ചു മോനെ ബൂട്ടാൻ പമ്പർ. എന്നെ ചതിക്കുമായിരുന്നില്ലേ?